പിന്നെ നെക്സ്റ്റ് നമുക്ക് പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോട്ട് ചെയ്യണത് സിമിലാരിറ്റീസാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ പറയണത് ബോത്ത് ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഇൻ്റഗ്രേറ്റിംഗ് പേഴ്സണൽ പ്രാക്ടീസസ് വിത്ത് ഓർഗനൈസേഷണൽ ഗോൾ. HRMലായാലും പേഴ്സണൽ മാനേജ്മെൻറ്റിലായാലും ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ അവരുടെ പ്രാക്ടീസിനെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് രണ്ടിലും ഉണ്ട്. പിന്നെ ബോത്ത് മോഡൽസ് ആർ വെസ്റ്റഡ് വിത്ത് മാനേജ്മെൻറ്റ്. രണ്ടിലും എന്തിൻ്റെ എലമെൻ്റാണ്? മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റാണ് പേഴ്സണൽ മാനേജ്മെൻറ്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും. അപ്പോൾ രണ്ടിലും മാനേജ്മെൻ്റ് ഉണ്ട്. 3, HRM ഓർ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ഫോർ ഇൻഡിവിജ്വൽ, their development, remuneration, motivation to achieve organizational goals. ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എംപ്ലോയീസ് അവരുടെ മോട്ടിവേഷൻ, അവരുടെ വേജ്, സാലറി, കോമ്പൻസേഷൻ ഇതെല്ലാം തന്നെയാണ് രണ്ടിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ രണ്ടും ഗീവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അപ്പോയിൻറ്റിങ് റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് പ്ലേസ് അറ്റ് എ റൈറ്റ് ടൈം. ഇത് തന്നെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെയും പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെയും എയിം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിഫറൻസ് കാണാം. ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HRM ഈസ് എമർജ്ഡ് ഇൻ 1970. റീസെൻ്റ് ഒറിജിനാണ്. പക്ഷേ അതിന് ഒരുപാട് മുന്നേ തന്നെ ഇത് വന്നിട്ടുണ്ട്, പേഴ്സണൽ മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ജോബിൻ്റെ കാറ്റഗറികൾ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രേഡ് അതെല്ലാം ഒരുപാടുണ്ട് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ. ബട്ട് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ദേ ആർ വെരി ലെസ്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സ്പീഡ് പേഴ്സണൽ മാനേജ്മെൻറ്റിൽ കുറവാണ്. അതിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ് ഡിസിഷൻ മേക്കിംഗ് പവർ. അത് മാനേജ്മെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ് ഇത്തിരി സ്പീഡ് വരുന്നത് ഇതിലാണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണ്. ഇനി നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മിസ് ആദ്യം കാണിച്ചേക്കുന്നത് ആ ഡിഫറൻസ് പറയുന്ന ക്രൈറ്റീരിയയാണ്. എന്ത് ബേസിലാണ് ഡിഫറൻസ് കൊടുത്തേക്കണേ? പേഴ്സണൽ മാനേജ്മെൻറ്റിൽ അതെങ്ങനെയാണ് വരണേ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് വരണേ? ഇത് ഫസ്റ്റ് മീനിങ് ആണ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഈസ് ട്രഡീഷണൽ അപ്രോച്ച് ഓഫ് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് ഇറ്റ്സ് കൺസേൺ ഓഫ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യലാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ മോഡേൺ അപ്രോച്ച് and of managing people at workplace, and it is a concern of managers at all levels from bottom to top. പേഴ്സണൽ മാനേജ്മെൻറ്റ് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പീപ്പിളിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ടോപ്പ് മുതൽ ലോവർ ലെവൽ വരെയുള്ള എല്ലാ ലെവൽസ് ഓഫ് മാനേജേഴ്സിൻ്റെയും ഡ്യൂട്ടിയാണ്. ദെൻ സെക്കൻഡ് ബേസിസ് ഈസ് നേച്ചർ. നേച്ചറിനനുസരിച്ച് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റൂട്ടീൻ ഫങ്ഷനാണ്. അതായത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ ഡെയിലി എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ഫങ്ഷൻ. അതിൽ കൂടുതൽ മാനേജ്മെൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കതിന് എന്തെന്ന് പറയാം, ഒരു സ്ട്രാറ്റജിക് ഫങ്ഷനായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ പറയണത്. ഇനി തേർഡ് വൺ ഫോക്കസ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എംഫസൈസ് അഥവാ ഇമ്പോർട്ടൻസ് ഏതിനാണ് കൊടുക്കണേന്ന്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഗീവ്സ് പ്രയോറിറ്റി. ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിനാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. വെറാസ് ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഹ്യൂമൻ വാല്യൂസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഗീവ് പ്രയോറിറ്റി. അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആർക്കാണ്? ഹ്യൂമൻ റിസോഴ്സിനും അവരുടെ വാല്യൂസിനും അതിൽ ഓരോ ഇൻഡിവിജ്വലിനും. ഓക്കെ, ഇനി ഫങ്ഷൻ. പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, അതിൽ എംപ്ലോയീസിൻ്റെ എല്ലാവരുടെയും അഡ്മിനിസ്ട്രേഷൻ. ലേബർ റിലേഷൻ, അവർക്ക് ലേബർ യൂണിയൻസ് ഓർ ട്രേഡ് യൂണിയനുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. എംപ്ലോയി വെൽഫെയർ. ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെൻറ്റ്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അക്വിസിഷൻ, ഡെവലപ്മെൻറ്റ്, യൂട്ടിലൈസേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിനെ വാങ്ങുക, അവരെ ഡെവലപ്പ് ചെയ്യുക, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക,
അവരെ മെയിൻറ്റെയിൻ ചെയ്യുക. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിഫറൻസ് ആണ്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ ഇറ്റ് മാനേജസ് പീപ്പിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ഓർഗനൈസേഷണൽ ഗോൾ. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ അതിനനുസരിച്ച് പീപ്പിളിനെ മാനേജ് ചെയ്യലാണ് പേഴ്സണൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ അവരെന്താ ചെയ്യണേ, ഓരോ വ്യക്തിയുടെയും നീഡ്സ് എന്താണ് എന്ന് കണ്ടെത്തണം. എംപ്ലോയീസിൻ്റെ ആവശ്യങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ചുള്ള പോളിസീസ് ആ ഇൻഡിവിജ്വലിൻ്റെ നീഡിനെയും ഓർഗനൈസേഷൻ്റെ നീഡിനും അനുസരിച്ചുള്ള പോളിസി ഫോർമുലേറ്റ് ചെയ്യലാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവായിട്ട്. നെക്സ്റ്റ് ഈസ് പേഴ്സ്പെക്റ്റീവ്. പേഴ്സ്പെക്റ്റീവിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഇറ്റ് റിഗാർഡ്സ് പീപ്പിൾ ആസ് ബേസിക് ഇൻപുട്ട് ടു മേക്ക് ഡിസൈഡ് ഔട്ട്പുട്ട്. നമ്മുടെ കമ്പനിക്ക് വേണ്ട ഔട്ട്പുട്ട് എന്താണോ ആ ഔട്ട്പുട്ട് നേടിയെടുക്കാനുള്ള ബേസിക് ഇൻപുട്ടായിട്ടാണ് ആരെ കാണുന്നത്, ഹ്യൂമൻ റിസോഴ്സിനെ കാണുന്നത്. എന്നാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ദേ ആർ ട്രീറ്റഡ് ആസ് ദ വാല്യുബിൾ റിസോഴ്സ്. ആ ഡിസൈഡ് ഔട്ട്പുട്ട് കിട്ടാനുള്ള ഏറ്റവും മേജറായിട്ടുള്ള സ്ട്രാറ്റജിക് റിസോഴ്സ് ആയിട്ടാണ് ഹ്യൂമൻ ബീയിങ്ങിനെ കാണുന്നത്. നെക്സ്റ്റ് ഈസ് ദ ജോബ് ഡിസൈൻ. ജോബ് ഡിസൈനിൽ പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ജോബ് ഡിസൈൻ ചെയ്യണത്. ഇതിൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്താ ഡിവിഷൻ ഓഫ് ലേബർ നിങ്ങൾക്ക് അറിയാം അല്ലേ. ഓരോ വർക്കിലും അതാതിൽ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യണം. അങ്ങനെ വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലാണ് പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ ജോബ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ടീം വർക്കാണ്. ഇൻഡിവിജ്വൽ വർക്ക് ഡിസൈൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടീം വർക്കിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യണത്, ജോബ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റിൻ്റെ കേസിൽ പേഴ്സണൽ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോളും എംപ്ലോയിയുടെ ഗോളും തമ്മിൽ ഹാർമണൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നോക്കണേ. ഇനി ഓറിയൻറ്റേഷൻ. ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യണത്. പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിസിപ്ലിൻ, ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓറിയൻറ്റഡ്. ഡിസിപ്ലിന്, ഡയറക്ഷന്, കൺട്രോളിന് അവിടെയാണ് അവിടെ ഓറിയൻറ്റേഷൻ കൊടുക്കണേ. അതേസമയം ഹ്യൂമൻ റിസോഴ്സിൽ ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ്. എന്തിനാ ഇമ്പോർട്ടൻസ് കൊടുക്കണേ, ഡെവലപ്മെൻറ്റിന്. അതുകൊണ്ട് തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് എ സ്പേസ് ഫോർ എംപ്ലോയി ഇൻവോൾവ്മെൻറ്റ്, പെർഫോമൻസ് ആൻഡ് ഗ്രോത്ത്. ഓരോ ഡിസിഷൻ മേക്കിങ്ങിലും എംപ്ലോയിയുടെ ഇൻവോൾവ്മെൻറ്റിനും പെർഫോമൻസിനും ഗ്രോത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇനി കമ്മ്യൂണിക്കേഷൻ. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ കമ്മ്യൂണിക്കേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്, വളരെ ലിമിറ്റഡ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഓപ്പൺ ആണ്. ഇനി എംഫസൈസ്, ഇമ്പോർട്ടൻസ്. ഇറ്റ് എംഫസൈസ് ഓൺ അഡ്ഹറൻസ് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് ദെയർ ഇംപ്ലിമെൻറ്റേഷൻ. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ റൂൾസും റെഗുലേഷൻസും പാലിക്കുന്നതിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനൊക്കെയാണ് കൂടുതൽ ഊന്നൽ കൊടുത്തേക്കുന്നത്. അതേസമയം ഇവിടെ ഹ്യൂമൻ റിസോഴ്സസിനെയും എനർജിക്കും ഹ്യൂമൻ കോമ്പീറ്റൻസി, അവരുടെ കഴിവുകൾ, അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ദെൻ ഓർഗനൈസേഷണൽ ഗോൾ ഈസ് അച്ചീവ്ഡ്. പേഴ്സണൽ മാനേജ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആർ ഹൈലി സാറ്റിസ്ഫൈഡ്, ഓർഗനൈസേഷണൽ ഗോൾ ഈസ് അച്ചീവ്ഡ്. എന്നാൽ പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ റിസൾട്ട് എന്താണ്, ഓർഗനൈസേഷണൽ ഗോൾ കിട്ടും. ഇതുപോലെ തന്നെ ഇവിടെ ബോത്ത് എംപ്ലോയീസ് ആസ് വെൽ ആസ് എംപ്ലോയർ ആർ സാറ്റിസ്ഫൈഡ്. എംപ്ലോയീസും എംപ്ലോയറും സാറ്റിസ്ഫൈഡ് ആവുന്നതാണ് ഇതിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കണ്ടേക്കണത് ഡിഫറൻസ് രണ്ടും മോറോർലെസ് സെയിം ആണ്. കുറേ ആക്ടിവിറ്റീസും ഫങ്ഷൻസും ഒക്കെ സെയിം ആണ്. എന്നാൽ ചില പോയിന്റുകൾ രണ്ടും തമ്മിൽ നേരെ ഡിഫറൻസുകൾ ഉണ്ട്.